മക്കളെ നമുക്ക് ഇനി നോക്കാനുള്ള നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സോൾജിയേഴ്സ് ഓഫ് ഡിഫൻസ് അല്ലെ പ്രതിരോധത്തിൻ്റെ കാവലാളുകളാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ പറയാനാണെങ്കിൽ ആദ്യം ഇത് നമ്മളിങ്ങനെ വെറുതെ വിട്ട് കളയുന്നൊരു ടോപ്പിക്കാണ്, നമ്മുടെ ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെയുള്ള ഓരോ ഡിഫൻസ്. പക്ഷേ ഇത് എക്സാമിന് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ നമ്മുടെ ചെവിയിലാണെങ്കിൽ വാക്സ് ഉണ്ട്, അതുപോലെ കണ്ണുനീരിലാണെങ്കിൽ ലൈസോസൈം, സെലൈവയിലാണെങ്കിൽ അഗെയിൻ ലൈസോസൈം, പിന്നെ നമ്മുടെ ട്രക്കിയ ശ്വസന പാളിയിലും ചെറുകുടലിലും സ്മോൾ ഇൻറ്റെസ്റ്റിനിലൊക്കെ മ്യൂക്കസ് മെംബ്രെയിൻ, മൂക്കിൻ്റെ ഉള്ളിലും മ്യൂക്കസ് മെംബ്രെയിൻ. ഓക്കെ, ആൻഡ് നമ്മുടെ സ്കിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു കവറിങ് ആണ്. പിന്നെ നമ്മുടെ യൂറിൻ ലഗെയിൻ ലൈസോസൈം. ഓക്കെ, ഇങ്ങനത്തെ ആൾക്കാരെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ നമ്മുടെ സ്കിന്ന് എങ്ങനെയാണ്, നമ്മുടെ ത്വക്ക് എങ്ങനെയാണ് ഒരു പ്രതിരോധ കവചമായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മളിവിടെ നോട്ട് ചെയ്യേണ്ടത് നമ്മുടെ എപ്പിഡെർമസിലുള്ള കെരാറ്റിൻ. ഓക്കെ, എപ്പിഡെർമസിലുള്ള കെരാറ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീനെ കുറിച്ചാണ്. പിന്നെ നമ്മുടെ സ്വെറ്റ് ഗ്ലാൻഡ് എടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ സ്കിന്നിന് എന്താക്കുന്നുണ്ട്, സ്വെറ്റ് ഗ്ലാൻഡിന് ഡിസിൻഫെക്റ്റൻ പ്രോപ്പർട്ടി ഉണ്ട്, അണുനശീകരണം. ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ഇങ്ങനെ കയറിട്ടതുപോലെ ചുരുട്ടിയിട്ടതുപോലെ കാണുന്നതാണ് നമ്മുടെ സ്വെറ്റ് ഗ്ലാൻഡ്. പിന്നെ നമ്മുടെ ഈ ഒരു ഹെയർ ഫോളിക്കിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ ഫ്ലവർ പോലെ കാണുന്നതാണ് നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻഡ് അല്ലെങ്കിൽ സെബേഷ്യസ് ഗ്രന്ഥി. ഇത് സീബം ഉണ്ടാക്കുന്നുണ്ട്. മലയാളത്തിൽ സെബം എന്നാണ് പറയുന്നത്, പക്ഷേ ആക്ച്വൽ പ്രൊനൗൺസിയേഷന് സീബം. ഈ സീബം നമ്മുടെ സ്കിന്നിനെ ഓയിലി ആക്കും, അതുപോലെ തന്നെ വാട്ടർ പ്രൂഫ്, എണ്ണമയമുള്ളതും വെള്ളം പറ്റി പിടിക്കാത്തതാക്കും. ഇതൊരു പരിധിവരെ നമ്മുടെ ശരീരത്തിലേക്ക് രോഗാണുക്കൾ വെള്ളത്തിലൂടെ ഒന്നും കടക്കാതിരിക്കാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നോക്കാനുള്ളതാണ് നമ്മുടെ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് അല്ലെങ്കിൽ വീങ്ങൽ പ്രതികരണം. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ 1, 2, 3, 4 അവരെ വെറുതെ നമ്പർ ഇട്ട് വെച്ചിരിക്കുകയല്ല, എക്സാമിന് ഇത് ഓർഡർ ആക്കാൻ ചോദിക്കും. അതായത് ഒരു മുറിവുണ്ടാകുന്ന സമയത്ത് അവിടെ റെഡ് കളറാകും, അവിടെ വീർത്തു വരും, സ്വെല്ലിംഗ് ഉണ്ടാവും. ഇത് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് അല്ലെങ്കിൽ വീങ്ങൽ പ്രതികരണമാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ആവുന്നു എന്ന് ചോദിച്ചാൽ, മുറിവുണ്ടാകുമ്പോൾ രോഗാണുക്കൾ കിടക്കും, ഇത് നമ്മുടെ ശരീരം സെൻസ് ചെയ്യും, ചില കെമിക്കൽസ് ഉണ്ടാക്കും. ഈ കെമിക്കൽസ് എന്ത് ചെയ്യും, ബ്ലഡ് കാപ്പിലറീസ് കണ്ടോ ഡൈലേറ്റ് ചെയ്യും. ഇങ്ങനെ ബ്ലഡ് കാപ്പിലറീസ് വികസിക്കുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് സെൽസ് അവിടെ എത്തും. ബ്ലഡും പ്ലാസ്മയും ഒക്കെ എത്തുന്നതുകൊണ്ടാണ് അവിടെ ചുവപ്പ് കളറും വീങ്ങുന്നതും ഒക്കെ ആവുന്നത്. ആൻഡ് WBCയിലെ ശ്വേത രക്താണുക്കൾ എന്ത് ചെയ്യും, രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കും. ഓക്കെ, അപ്പോൾ ഓരോ രക്തകോശങ്ങളുടെയും ഫങ്ഷൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക മക്കളെ. ഓരോരുത്തരും എന്താണ് ചെയ്യുന്നത്. ന്യൂട്രോഫിലും മോണോസൈറ്റിനെ ആലോചിച്ച് നിങ്ങൾ പേടിക്കേണ്ട, അവർ വിഴുങ്ങി നശിപ്പിക്കുകയാണ്. ആൻഡ് ലിംഫോസൈറ്റ് ആണെങ്കിൽ രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്ന രീതിയാണ്. പിന്നെയുള്ളത് നമ്മുടെ ബേസോഫിലും ഈസിനോഫിലും. ബേസോഫിലാണെങ്കിൽ പേടിയാണ്, വേഗം മറ്റുള്ളവരെ വിളിക്കും, അതേപോലെ തന്നെ നമ്മുടെ രക്തക്കുഴലുകളെ വികസിപ്പിക്കും, ഡൈലേറ്റ് ബ്ലഡ് വെസൽസ്. ഓക്കെ, പിന്നെ നമ്മുടെ ഈസിനോഫിൽ ചില കെമിക്കൽസ് ഉണ്ടാക്കും. ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് വീങ്ങൽ പ്രതികരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കെമിക്കൽസും പ്ലസ് രോഗാണുക്കളെ ഫോറിൻ മോളിക്യൂൾസിനെ ഫോറിൻ സബ്സ്റ്റൻസസിനെ നശിപ്പിക്കാനുള്ള അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന കെമിക്കൽസ്. കഴിഞ്ഞു. ഓക്കെ, പിന്നെ നമുക്ക് നോക്കാനുള്ളതാണ് നമ്മുടെ ഫാഗോസൈറ്റോസിസ്. എന്താണ് ഫാഗോസൈറ്റോസിസ്? രോഗാണുക്കളെ എൻഗൾഫ് ചെയ്ത് ഡെസ്ട്രോയ് ചെയ്യുക, വിഴുങ്ങി നശിപ്പിക്കുന്ന ഒരു മെക്കാനിസമാണ്. അപ്പോൾ ആരാണ് ഇത് ചെയ്യുക? ന്യൂട്രോഫിലും മോണോസൈറ്റും. ഓക്കെ, ഇനി ഇത് ഓരോ സ്റ്റേജ് നോക്കുക മക്കളെ. ഇപ്പം ഇത് അടയാളപ്പെടുത്തിയിട്ട് ഇത് എന്ത് എന്ന് ചോദിക്കും. ഇത് പാത്തോജൻ അല്ലെ രോഗാണു. ഇത് അടയാളപ്പെടുത്തിയിട്ട് ഇത് എന്ത് എന്ന് ചോദിക്കും. ഇത് ലൈസോസോമാണ്. ലൈസോസൈം എന്ന് എഴുതിയ മാർക്ക് കിട്ടില്ല കേട്ടോ. ഇതെന്താണ്? ലൈസോസോമാണ്. ഈ ലൈസോസോം എന്ന് പറഞ്ഞാൽ ഒരു മെംബ്രെയിൻ ഉള്ള ഒരു വെസിക്കിളാണ്, ഒരു വട്ടത്തിലുള്ളൊരു സാധനം. അതിനകത്ത് നിറയെ എൻസൈംസ് ആണ്. അപ്പോൾ ഈ ഓരോ സ്റ്റേജസ് നോക്കി വെക്കുക. ആദ്യം രോഗാണുവിനെ വിഴുങ്ങിയിട്ട് ഒരു സ്ഥലസഞ്ചിക്കുള്ളിലാക്കുന്നു. പാത്തോജനസ് എൻഗൾഫ്ഡ് ഇൻസൈഡ് മെംബ്രെയിൻ സാക്ക്. എന്നിട്ട് ഈ ഒരു മെംബ്രെയിൻ സാക്ക് സ്ഥലസഞ്ചിയുമായിട്ട് ലൈസോസോം കൂടിച്ചേരുന്നു. അതിനുള്ള എൻസൈമുകൾ, രാസാഗ്നികൾ പാത്തോജനെ രോഗാണുവിനെ നശിപ്പിക്കുന്നു. വിഴുങ്ങി നശിപ്പിച്ചു. ഓക്കെ, ഫാഗോസൈറ്റോസിസ്. പിന്നെ നമുക്ക് വരുന്നതാണ് രക്തം കട്ട പിടിക്കുന്ന ആ ഒരു മെക്കാനിസം. ഇത് മിസ് മലയാളത്തിൽ വെച്ചിട്ടില്ല, കാരണം മലയാളത്തിലും സെയിം തന്നെയാണ്. ഓക്കെ, നമ്മുടെ ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ കലകളും അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റുകളും. കലകളും പ്ലേറ്റ്ലെറ്റും എന്ത് ചെയ്യും? നമ്മുടെ കലകളും പ്ലേറ്റ്ലെറ്റുകളും ശിഥിലീകരിക്കും. ഡീജനറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശിഥിലീകരിച്ചിട്ട് ത്രോംബോപ്ലാസ്റ്റിൻ ഉണ്ടാകും. ഈ ത്രോംബോപ്ലാസ്റ്റിൻ നമ്മുടെ പ്രോത്രോംബിനെ എന്താക്കി മാറ്റും? ത്രോംബിനാക്കി മാറ്റും. ആരുടെയൊക്കെ പ്രസൻസിൽ? കാൽഷ്യത്തിൻ്റെയും വൈറ്റമിൻ കെയുടെയും പ്രസൻസിൽ. ഈ ത്രോംബിൻ ഫൈബ്രിനോജനെ ഫൈബ്രിൻ നാരുകൾ, ഇവിടെ നാരുകളാക്കി മാറ്റും. ഇതും RBC മരണരക്താണും പ്ലേറ്റ്ലെറ്റും കൂടി ചേർന്ന് കട്ട. ഓക്കെ, പിന്നെ പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രതിരോധ പ്രവർത്തനമാണെന്ന് നമുക്കറിയാം. എപ്പോൾ ശരീരത്തിൽ രോഗാണു കിടക്കുന്നു, അവർ ടോക്സിൻ ഉണ്ടാക്കുന്നു. ഈ ടോക്സിൻ നമ്മുടെ ശരീരത്തിലെ WBCനെ ഉത്തേജിപ്പിക്കും. WBC എന്തുണ്ടാവും? ചില കെമിക്കൽസ് ഉണ്ടാക്കും. ആ കെമിക്കൽസ് ആണ് നമ്മുടെ ശരീരത്തിൻ്റെ ചൂട്, ടെമ്പറേച്ചർ കൂട്ടുന്നത്. അപ്പോൾ സാധാരണ അളവിലും സാധാരണ ടെമ്പറേച്ചർ എത്രയാണ്? 37 ഡിഗ്രി സെൽഷ്യസ് ആണ്, 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഈ അളവിലും ടെമ്പറേച്ചർ കൂടുന്ന അവസ്ഥ ആരാ കൂട്ടിയത്? WBCയിലെ ശ്വേതരക്താണുക്കളാണ് കൂട്ടിയത്. ഫാഗോസൈറ്റോസിസ് എഫക്റ്റീവ് ആക്കാൻ, ഫലപ്രാപ്തി കൂട്ടാനും രോഗാണുക്കളുടെ മൾട്ടിപ്ലിക്കേഷൻ റേറ്റ്, അവരുടെ പെരുകൽ നിരക്ക് കുറയ്ക്കാനുമാണ് ഇത്. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ഷുവർ
ഷുവർ ആയിട്ട് ചോദിക്കുന്നതാണ് മക്കളെ ലിംഫോസൈറ്റുകൾ. നമ്മുടെ രോഗാണുക്കളെ നമ്മൾ പറഞ്ഞില്ലേ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നു എന്ന്. അപ്പോൾ അതിൽ നമുക്ക് 2 തരത്തിലുള്ള ലിംഫോസൈറ്റ് ഉണ്ട്, ബി ലിംഫോസൈറ്റും ടി ലിംഫോസൈറ്റും. ഇവർ 2 പേരും ഉണ്ടാവുന്നത് നമ്മുടെ ബോൺ മാരോ അല്ലെങ്കിൽ അസ്ഥി മജ്ജയിലാണ്. പക്ഷെ ഒരാൾ മെച്യൂർ ആകുന്നത് പാകപ്പെടുന്നതും ബോൺ മാരോയിലാണ്, അതുകൊണ്ട് ബി ലിംഫോസൈറ്റ്. തൈമസ് ഗ്ലാൻഡിൽ മെച്യൂർ ആവുന്നത് പാകപ്പെടുന്നത് ടി ലിംഫോസൈറ്റ്. ഇനി ഇവരെന്താണ് ചെയ്യുക? ബി ലിംഫോസൈറ്റ് ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുക. രോഗാണുക്കൾ വരുമ്പോൾ ആ രോഗാണുക്കളെ നശിപ്പിക്കുന്ന പ്രോട്ടീനുകളാണ് ആൻറ്റിബോഡി. 3 തരത്തിൽ. ഒന്ന് എന്ത് ചെയ്യും? രോഗാണുക്കളുടെ സ്ഥലം, ആ കോശസ്ഥലം പൊട്ടിക്കുന്നു, ബാക്ടീരിയയുടെ സെൽ മെംബ്രെയിൻ പൊട്ടിക്കുന്നു. രണ്ടാമതായിട്ട് അവരുണ്ടാക്കുന്ന ടോക്സിൻ നിർവീര്യമാക്കുന്നു, ന്യൂട്രലൈസ് ചെയ്യുന്നു. മൂന്നാമതായിട്ട് വേഗം മറ്റുള്ളവരെ വിളിക്കും, ഓടി വായോ ഇവരെ നശിപ്പിക്കുമോ എന്ന് പറയും. ദെൻ വരും ടി ലിംഫോസൈറ്റ്. ടി ലിംഫോസൈറ്റ് ആണ് ക്യാൻസർ വൈറസ് കോശങ്ങളെ നശിപ്പിക്കും, വേഗം മറ്റുള്ളവർ വിളിക്കും. സിമ്പിൾ. ഓക്കെ. പിന്നെ നമുക്ക് വേണ്ടതാണ് എന്താണ് വാക്സിൻ അല്ലെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ, കൃത്രിമ പ്രതിരോധവൽക്കരണം. ഒരു രോഗാണുവിൻ്റെ ആക്രമണം മുന്നിൽ കണ്ട്, കൊറോണ വൈറസ് വരാൻ സാധ്യതയുണ്ട് എന്ന് മുന്നിൽ കണ്ട് ആ ഒരു രോഗാണുവിനെതിരെ നമ്മുടെ ശരീരത്തിനെ റെഡിയാക്കി നിർത്തുകയാണ്, അലേർട്ടാക്കി നിർത്തുന്നതാണ് ഇമ്മ്യൂണൈസേഷൻ അല്ലെങ്കിൽ വാക്സിനേഷൻ, കൃത്രിമ പ്രതിരോധവൽക്കരണം. ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ആണ് വാക്സിനുകൾ. അപ്പോൾ എന്താണ് വാക്സിനുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്രിമ പ്രതിരോധവൽക്കരണം, ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണൈസേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് വാക്സിനുകൾ. ഈ വാക്സിനിലുള്ള ഘടകങ്ങൾ മക്കളെ നോട്ട് ചെയ്ത് വെക്കുക. ഇംഗ്ലീഷ് മീഡിയംകാർക്കാണെങ്കിൽ DNA എന്ന് ആലോചിക്കുക. ഡെഡ്, ന്യൂട്രലൈസ്ഡ്, അലൈവ്ഡ്, പാത്തജൻ. മൃതമാക്കപ്പെട്ടതോ ജീവനോടെയുള്ളതോ നിർവീര്യമാക്കപ്പെട്ടതോ ആയ രോഗാണു അവരുണ്ടാക്കുന്ന ടോക്സിൻ, ന്യൂട്രലൈസ് ചെയ്ത നിർവീര്യമാക്കപ്പെട്ട അവരുടെ ടോക്സിൻ, അവരുടെ കോശഭാഗങ്ങൾ, സെല്ലുലാർ പാർട്സ്. ഇത് നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ അതൊരു ആൻറ്റിജൻ ആയിട്ട് പ്രവർത്തിക്കും. ഈ ആൻറ്റിജനെതിരെ നമ്മുടെ ശരീരം എന്തുണ്ടാക്കും? യെസ്, ആൻറ്റിബോഡീസ് ഉണ്ടാക്കും. അത് ഫ്യൂച്ചർ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ നമുക്ക് അവരിൽ നിന്ന് സംരക്ഷണം കിട്ടാൻ. പിന്നെ കുറച്ച് വാക്സിനുകളുടെ പേര് BCG, TT, OPV, അങ്ങനെ കുറച്ച് വാക്സിനുകളുടെ പേര് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ദെൻ എന്താണ് ആൻറ്റിബയോട്ടിക്? ആൻറ്റിബയോട്ടിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗാണുക്കളെ പ്രത്യേകിച്ച് ബാക്ടീരിയനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഔഷധങ്ങളാണ്. ദീസ് ആർ മെഡിസിൻസ് യൂസ് ടു ഡെസ്ട്രോയ് ബാക്ടീരിയ. ഓക്കെ. ഇനി ഈ ഒരു മെഡിസിൻ സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ നമുക്ക് കുറച്ച് സൈഡ് എഫക്ട്സ് ഉണ്ട്. ഒന്ന്, നമുക്ക് ഉപയോഗമുള്ള യൂസ്ഫുൾ ബാക്ടീരിയനെ നശിപ്പിക്കും. ആ യൂസ്ഫുൾ ബാക്ടീരിയ ഉണ്ടാക്കുന്ന വൈറ്റമിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറയും. പിന്നെ സ്ഥിരമായ ഉപയോഗം ഈ രോഗാണുക്കൾക്ക് ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരായിട്ടുള്ള ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ടാവാൻ കാരണമാവും. കഥം. ഇനി നമുക്ക് വരുന്നതാണ് നമ്മളുടെ ബ്ലഡ് ഗ്രൂപ്പ്സ്, രക്തഗ്രൂപ്പുകൾ. അപ്പോൾ എങ്ങനെയാണ് രക്തഗ്രൂപ്പുകൾക്ക് പേര് കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ആൻറ്റിജനുകളാണ്. ഓക്കെ. ഏത് ആൻറ്റിജനാണോ ഉള്ളത്, ഹായ് നല്ല മാച്ച് അല്ലേ, ഏത് ആൻറ്റിജനാണോ ഉള്ളത് അതാണ് അവരുടെ പേര്. ഇപ്പോൾ ഇവിടെ A ആൻറ്റിജൻ ആണെങ്കിൽ ഏതായിരിക്കും രക്തഗ്രൂപ്പ്? A ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും. B ആൻറ്റിജൻ ആണെങ്കിൽ ഏത് ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും? B ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും. ഇത് RBC അരുണ രക്താണുക്കളുടെ മുകളിലാണ് കാണാം. ഇവിടെ A ഉണ്ട്, B ഉണ്ട്, A ഉണ്ട്, B ഉണ്ട്, A ഉണ്ട്, B ഉണ്ട്, A ഉണ്ട്, രണ്ടുള്ളതുകൊണ്ട് AB ബ്ലഡ് ഗ്രൂപ്പ്. ഇവിടെ നോക്കിയ പാവം ഒന്നുമില്ല, അതുകൊണ്ട് ഇത് O ബ്ലഡ് ഗ്രൂപ്പ്. അപ്പോൾ ആൻറ്റിജൻ്റെ പേരിലാണ് ആ ഒരു രക്തഗ്രൂപ്പ് അറിയപ്പെടുന്നത്. ഇനി ആൻറ്റിജൻ ആണെങ്കിലോ ഓപ്പോസിറ്റ് ആൻറ്റിബോഡി. ഇപ്പോൾ ഇവിടെ നോക്കിയ മക്കളെ, ഇവിടെ A ആൻറ്റിജൻ ആയതുകൊണ്ട് B ആൻറ്റിബോഡി ഓപ്പോസിറ്റ്. B ആൻറ്റിജൻ ആയതുകൊണ്ട് A ആൻറ്റിബോഡി ഓപ്പോസിറ്റ്. രണ്ടും ഉള്ളത് കൊണ്ട് ഇവിടെ എന്തില്ല? ഒരു ആൻറ്റിബോഡിയും ഇല്ല. ഓക്കെ. ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് രണ്ടും ഉണ്ട്. അപ്പോൾ ഒരു ആൻറ്റിബോഡിയും ഇല്ലാത്ത രക്തഗ്രൂപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AB ആണ്. കാരണം 2 ആൻറ്റിജനും ഉള്ളതുകൊണ്ട് ഒരു ആൻറ്റിബോഡിയും ഇല്ല. ഇനി ഓനെ ആലോചിച്ചാൽ മതി, 0 ആൻറ്റിജൻ, 0 O. ഓക്കെ. ഒന്നുമില്ല, അതുകൊണ്ട് 2 ആൻറ്റിബോഡിയും ഉണ്ട്. ഇനി ചില ഗ്രൂപ്പുകളെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പോസിറ്റീവ് നെഗറ്റീവ് എന്നാക്കിയിട്ടുണ്ട്. അതായത് വേറൊരു ആൻറ്റിജൻ, അതാണ് RH ആൻറ്റിജൻ അല്ലെങ്കിൽ ആൻറ്റിജൻ D. ഇതുണ്ടെങ്കിൽ പോസിറ്റീവ്, ഇതില്ലെങ്കിൽ നെഗറ്റീവ്. ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ രക്തഗ്രൂപ്പുകളെ കുറിച്ച് പറയാൻ. ലാസ്റ്റായിട്ട് നമുക്ക് വരുന്നതാണ് നമ്മുടെ പ്ലാന്റ് ഡിഫെൻസ് അല്ലെ, സസ്യങ്ങളിലുള്ള പ്രതിരോധം. അപ്പോൾ ആദ്യം നമ്മുടെ ഇലകളൊക്കെ ഇങ്ങനെ തിളങ്ങി നിൽക്കാൻ, അവരിങ്ങനെ ഷൈനി ആയിട്ട് ഉണ്ടാവാൻ കാരണം ഇലകളിലുള്ള ഒരു വാക്സ് കവറിംഗ് ആണ്, മെഴുക ആവരണമാണ്. ഇത് ഇലകളിലൂടെയുള്ള രോഗാണു പ്രവേശനം തടയുന്നു. എന്ത് ചെയ്യുന്നുണ്ട്? പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് ജേംസ് ത്രൂ ലീവ്സ്. ഓക്കെ. പിന്നെ ഉള്ളതാണ് ബാർക്ക് അല്ലെങ്കിൽ പുറന്തൊലി എന്ന് നമ്മൾ പറയുന്നത്. ഈ പുറന്തൊലി രോഗാണുക്കൾ കോശഭാഗങ്ങളുമായിട്ട് നേരിട്ട് സമ്പർക്കത്തിൽ വരുന്നത് തടയുന്നു. പ്രൊട്ടക്ട് ദി ഇന്നർ സെൽസ് ഫ്രം ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് പാത്തജൻ. ഉള്ളിലുള്ള സെൽസ് പാത്തജൻസ് രോഗാണുക്കളായിട്ട് നേരിട്ട് സമ്പർക്കത്തിൽ വരുന്നത് തടയുന്നു. പിന്നെ നമ്മുടെ സെൽ വാൾ വളരെ റിജിഡ് ആയിട്ടുള്ള, പച്ച കളർ കാണുന്നില്ലേ, വളരെ റിജിഡ് ആയിട്ടുള്ളൊരു സെൽ വാൾ ആർക്കുണ്ട്? നമ്മുടെ പ്ലാന്റ്സിനുണ്ട്. ഇത് ഇങ്ങനെ റിജിഡ് ആവാൻ വേണ്ടിയിട്ട്, ദൃഢത ഉണ്ടാവാൻ കാരണം സെല്ലുലോസ്, ലിഗ്നിൻ, ക്യൂട്ടിൻ, സ്യൂബറിൻ പോലത്തെ കെമിക്കൽസ് ആണ്. ഇനി അഥവാ ഏതെങ്കിലും ഭീകരന്മാർ സെൽ വാൾ കടന്നാൽ
കോശഭിത്തി മറികടന്നാലും പേടിക്കേണ്ട, ഇവിടെ സെൽ വാളിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള ഒരു ലെയർ, ഒരു പോളിസാക്കറൈഡ് ഉണ്ട്. ആ പോളിസാക്കറൈഡാണ് കാലോസ്. സെൽ വാളിൻ്റെ ഉള്ളിലായിട്ട് കാലോസ് എന്ന് പറയുന്ന ഒരു ലെയർ ഉണ്ട്. ഈ കാലോസ് കോശഭിത്തി മറികടന്ന് വരുന്ന രോഗാണുക്കളിൽ നിന്ന് കോശത്തിനുള്ളിലേക്ക് രോഗാണുക്കൾ കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തടയും. ഓക്കെ, കാലോസ് ഇസ് എ പോളിസാക്കറൈഡ് ആണ്. സെൽ വാൾ ക്രോസ് ചെയ്ത് വരുന്ന രോഗാണുക്കളിൽ നിന്ന് സെല്ലിനെ പ്രൊട്ടക്ട് ചെയ്യും. കഴിഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ മക്കളെ നമ്മുടെ സോൾജിയേഴ്സ് ഓഫ് ഡിഫെൻസ്. ഇപ്പം 3 ചാപ്റ്റർ നമ്മൾ സെറ്റാക്കി.